ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മുളപ്പിച്ച ചെറുപയറിൻ്റെ ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ചെറുപയർ മുളപ്പിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാൽ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം പയർ ഒരു 5-6 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് നന്നായി സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതുപോലെ തന്നെ മൂടി വെക്കുക. പിറ്റേ ദിവസത്തേക്ക് നമ്മൾ പയർ നല്ല അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പയർ അങ്ങനെ വെക്കുന്നത് ഹെൽത്തി എന്നത് മുളപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മുളപ്പിച്ച പയറെടുത്ത് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. ഇനി അത് നമുക്കൊരു 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ആ സമയത്ത് നമുക്ക് അപ്പുറത്ത് എന്താ ചെയ്യുക, ചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുക്, പിന്നെ നമ്മളതിലേക്ക് ഇട്ടിട്ടുള്ളത് ചുവന്നുള്ളി, വെളുത്തുള്ളി, ചുവന്ന മുളക്, വേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചതച്ച് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ ഇത് എൻ്റെ ഭാബിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഭാബിയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ അൺഫോർച്ചുനേറ്റ്ലി ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടാണ്ടിരുന്നത്. നമ്മളതൊക്കെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച പയറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ജോയിൻ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം 2 മിനിറ്റ്. നമ്മളിവിടെ വളരെ കുറച്ച് ഓയിൽ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. നാവിൻ്റെ ടേസ്റ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഹെൽത്തും കൂടെ നോക്കിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇത് വെച്ചിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾക്കൊക്കെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.